ഇന്ന് പാവയ്ക്ക നമുക്ക് എങ്ങനെ കയ്പില്ലാതെ വെക്കാൻ നോക്കാം. കാരണം കുട്ടികളൊന്നും അങ്ങനെ പാവയ്ക്ക കഴിക്കാറില്ല. ഇച്ചിരി കയ്പൊക്കെ കുറഞ്ഞ് ചിലപ്പം കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. പാവയ്ക്ക ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും നാരങ്ങയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. നല്ലവണ്ണം പുരട്ടി കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ശേഷം 2 ഉള്ളി, തേങ്ങ, പച്ചമുളക് ഇതെല്ലാം കൂടെ കട്ട് ചെയ്ത് വെക്കുക. പാവയ്ക്ക റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കണം. 2 പ്രാവശ്യം കഴുകിയാൽ മതി. കഴുകി പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റും. പാവയ്ക്ക കയ്പോടെ തിന്നുന്നതാണ് നല്ലത്. പക്ഷേ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനെ കഴിക്കത്തില്ല. അപ്പോൾ അത് കാരണം കുറച്ച് കയ്പൊക്കെ മാറ്റി കൊടുത്താൽ ചിലപ്പോൾ കുട്ടികൾ കഴിക്കാൻ ഇഷ്ടപ്പെടും. ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് ഉള്ളി, പാവയ്ക്ക, പച്ചമുളക്, തേങ്ങ അരിഞ്ഞിട്ടത്, അത് ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂട്ടും. എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. വീണ്ടും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതിനകത്തേക്ക് ഇടണം. മഞ്ഞൾപ്പൊടി, നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. തീ മീഡിയത്തിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കണം. ഇളക്കി കൊടുക്കണം. ഇതിനകത്ത് മുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇച്ചിരി സ്പൈസി ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മുളക് ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഇച്ചിരി എരിവൊക്കെ വേണം കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ മുളക് ഇട്ട് കൊടുക്കും. മുളക് പൊടി ഇച്ചിരി ചേർക്കും, 1/2 സ്പൂൺ മതി. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തേങ്ങ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ തേങ്ങയും ചേർക്കാം, തിരകി ചേർത്ത് ഇച്ചിരി കൂടെ സ്വാദുണ്ടായിരിക്കും. ഞാൻ ഇച്ചിരി ഫ്രൈ ആയിട്ടാണ് വെച്ചേക്കുന്നത്.